ഇവനെയൊക്കെ വിടരുതെനി. ഇവനെയൊക്കെ 10 ദിവസം 40 ദിവസം കൊണ്ടുവന്ന് ജയിലിലിട്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ണാനും ഉറങ്ങാനും കൊടുത്ത് അവനെയൊക്കെ പൊതുപോലെ ഇറക്കിക്കൊണ്ടുവന്ന് പിന്നെ ഇവനെയൊക്കെ നാട്ടിൽ ഇങ്ങനെ കൊലപാതകത്തിന് വിടാനില്ലയോ? അല്ലാതെ ഇവനെയൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചെയ്തതിന് പ്രതിഫലം കൊടുക്കുന്നു. 1500 ഞങ്ങളൊരു പൂജ നടത്തിയത് അവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞിട്ട് കേട്ടോ. ഞങ്ങൾ എല്ലാരും കൂടെ അയാളുടെ തൊഴിലുറപ്പിന് വന്നവരാ. ഞങ്ങൾ അയലോകത്തുള്ളവരാണെങ്കിലും ഞങ്ങളെല്ലാരും കൂടെ പിരിവെടുത്ത പൈസ കൊടുത്ത് പഠിത്തമില്ലാത്ത ദിവസം ഒരു മൈക്കാട് പണിക്ക് പോയാൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ജീവിച്ച 2 കൊച്ചുങ്ങളെ ഈ കൊച്ചുങ്ങൾ ഒരു വഴക്കിനും ഒരു വയ്യാവേലിക്കും ഒന്നിനും പോത്ത 2 കുഞ്ഞുങ്ങൾ. അവരെ ഈ മനുഷ്യർ പറഞ്ഞിട്ടില്ല. എന്ന പിള്ളേരല്ല പിള്ളേര് ഇത്രയ്ക്കും നല്ല പിള്ളേരായിരുന്നവര്. 18 വയസ്സാവുന്നതിന് മുമ്പ് അത്രയും ആയുള്ള ഒരാൾക്ക് എങ്ങനെ തോന്നി അടിച്ച് ശരിയാക്കാന്? ഇതേപോലെ ഒരു പിള്ളേര് കഷ്ടപ്പെടുന്നില്ലെന്ന് അന്തയ്ക്കും തള്ളയ്ക്കും വയ്യാത്തവരെ ഒരു ഓണം വന്നാൽ പോലും ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പോലും ആ കുഞ്ഞുങ്ങൾ പറയത്തില്ല. ഒരു വെള്ളതും കൊണ്ടാണ് കഴിയുന്നത്. അത്രയ്ക്ക് നല്ല പിള്ളേരാണ്. പള്ളിക്കുടത്തിൽ പോകും ലീവുള്ള ദിവസം അവത്തുങ്ങൾ ജോലിക്ക് പോയ അവത്തുങ്ങൾ വണ്ടി കൂലി ഒപ്പിക്കുന്നത്. അന്തയ്ക്കും തള്ളയ്ക്കും വയ്യാത്തതും ഈ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി അവനൊക്കെ പിന്നെ എന്തോ ചെയ്യുന്നത്? മനോസാക്ഷി ഇല്ലാത്ത മനുഷ്യര് ലോകത്ത് കിടക്കുന്നല്ലോ. അവനല്ലെങ്കിൽ ചെയ്യും അടിക്കാൻ നേരത്തെങ്കിലും അവൻ അറിഞ്ഞൂടാ. കൊച്ചിനെ കാണുമ്പോൾ അവൻ അറിഞ്ഞുകൂടായിരുന്നു. അത്രയും ക്രൂരമായിട്ട് അവൻ ചെയ്തത്. ഇവനെയൊക്കെ വിടരുതെനി. ഇവനെയൊക്കെ 10 ദിവസം 40 ദിവസം കൊണ്ടുവന്ന് ജയിലിലിട്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ണാനും ഉറങ്ങാനും കൊടുത്ത് അവനെയൊക്കെ പൊതുപോലെ ഇറക്കിക്കൊണ്ടുവന്ന് പിന്നെ ഇവനെയൊക്കെ നാട്ടിൽ ഇങ്ങനെ കൊലപാതകത്തിന് വിടാനില്ലയോ? അല്ലാതെ ഇവനെയൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചെയ്തതിന് പ്രതിഫലം കൊടുക്കത്തില്ലല്ലേ? അതിനെയൊക്കെ ഇല്ല ഇവനെയൊക്കെ പിടിച്ച് കയറ്റിയിട്ടേക്കുന്നത്. 10 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഇറക്കിക്കൊണ്ടുവന്ന് ഇവന്മാർക്ക് ഇഷ്ടം പോലെ കൊടുത്തവന്മാരെ പിന്നെയും വിടും, അടുക്കി പിടിക്കും. പിന്നെയും കൊച്ചുങ്ങളെ ആയാലും പെണ്ണുങ്ങളെ ആയാലും അതിന് ചെയ്യാമല്ലോ. ഒരു ജീവിതം നോക്കിക്കോളും. അപ്പോഴെപ്പോഴും ശിക്ഷ കൊടുത്തെങ്കിലല്ലേ ഇത് നാട്ടിൽ ഇത് ഇല്ലാതാവത്തുള്ളൂ. ഇത് അപ്പോഴെപ്പോഴും ശിക്ഷ കൊടുക്കത്തില്ല. കൊടുക്കാതെ കൊണ്ട് പിന്നെ ഇങ്ങനെ ഇവരെ അങ്ങ് വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവരെ അതിന്റെ ഇരട്ടി ഇറങ്ങി ചെയ്യുന്നത്. ഫോട്ടം വെക്കാം. അതിന്റെ മക്കളും പ്രായമുള്ളവർ തന്നെ ചെയ്യാൻ ആവാനുള്ള പ്രായം അടിച്ചു കൊല്ലടാ. എന്തോ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന പിള്ളേരാണോ? ഒരക്ഷരം ഒരു മനുഷ്യരെ 18 വയസ്സുണ്ട് ആ മൂത്ത കൊച്ചു മനുഷ്യരെ പാത്രം നിൽക്കാൻ പറഞ്ഞിട്ടില്ല അവര്. അത്രയ്ക്കും നല്ല പിള്ളേരാ. ഈ നാടൊക്കെ അവത്തുങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഇന്നലെ വരെ. ഞങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഒരു ഇതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബസിന്റെ അമ്മ ഇന്നലെ ഞങ്ങള് 3500 ഞങ്ങളൊരു പൂജ നടത്തിയത് അവനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞിട്ട് കേട്ടോ. ഞങ്ങൾ എല്ലാരും കൂടെ അയാളുടെ തൊഴിലുറപ്പിന് വന്നവരാ. ഞങ്ങൾ അയലോകത്തുള്ളവരാണെങ്കിലും ഞങ്ങളെല്ലാരും കൂടെ പിരിവെടുത്ത പൈസ കൊടുത്ത് മണ്ണിന്റെ ഒരു പോച്ച ഉണ്ടെങ്കിലും ഒരു മണ്ണുണ്ട്. നല്ലപോലെ മണ്ണ് കാലെ പറ്റിയ ദേഹം മൊത്തം ചൊറിഞ്ഞു കിട്ടുന്നത്. അതിന് ഞങ്ങളെ കൂടെ നിർത്തി കൊണ്ടുപോകുന്നത് നിവൃത്തിയേടുകൊണ്ട് അത് ഞങ്ങളുടെ കൂടെ വരുന്നത്. ചൊറിഞ്ഞു ദേഹം മൊത്തം. അങ്ങോട്ടൊന്ന് പിടിച്ചോണ്ട് വന്നെങ്കിൽ ഞങ്ങളൊന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയി എല്ലാം കൂടെ എന്തോ അതാ ഞാൻ പറഞ്ഞത്. ഇവനെയൊക്കെ പിടിച്ച് പോലീസുകാർ പിടിച്ച് 40 ദിവസം അല്ലെങ്കിൽ 45 ദിവസം അതിനപ്പുറം അവിടെ കിടക്കത്തില്ല. ഇറങ്ങി വന്ന അടുത്തവരും ഇങ്ങനെയല്ലേ അവന്മാര് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഈ നാട്ടിലല്ല വേറൊരു നാട്ടിലായാലും അവരുടെ നാട്ടിലായാലും നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനൊന്നും ആരും ചെയ്യത്തില്ല കേട്ടോ. ഇങ്ങനൊന്നും ആരും ചെയ്യത്തില്ല. ജനങ്ങൾ നോക്കി നിൽക്കവേ കുഞ്ഞിനെ ഇതേ പരുവത്തിലാക്കി. ആ കൊച്ചിനെ അടിച്ചപ്പോഴും ആ വീഡിയോ കാണാൻ കണ്ടൂടെ? നാട്ടുകാർക്ക് പേടി. പിന്നെ ഇങ്ങനെ വളർത്തി വിട്ടിട്ടല്ലേ പേടി. അവർക്ക് പേടി കാണത്തില്ലായിരുന്നല്ലോ. ഇല്ല വന്നില്ല. തീരുമാനമായില്ലെന്ന് പറഞ്ഞു. എല്ലാരും കൂടെ കൂടി ആലോചിച്ചിട്ട് പോന്നെന്ന്. ഇന്നലെ വരെ ഞങ്ങള് പ്രതീക്ഷയിലിരിക്കുവായിരുന്നു. ഒരു ഇച്ചിരിയെങ്കിലും അനുപ്പുണ്ടല്ലോ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞോണ്ട് ഇന്നലെ വരെ ഇരുന്നത്. എന്തെല്ലാം ചെയ്ത് എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഒരു ജീവന് വേണ്ടി ഞങ്ങള് പ്രാർത്ഥിച്ച്
അവത്തങ്ങളുടെ ഒറ്റകളെ കൊണ്ട് ജീവിച്ചാൽ ഇത്രയും നാളും ജീവിച്ചത് അവര്. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ അവരെയും കൊണ്ട് ജീവിക്കാന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങള് തൊഴിലുറപ്പിന്ന് എല്ലാവരും അമ്പലങ്ങളിലും അവിടെ ഇവിടെ പോകുമ്പോൾ തള്ളയ്ക്ക് നിവൃത്തിയോട് കൊണ്ട് വരത്തില്ല. അന്നേരം ഇയാള് പറയുന്നത് അമ്മ സമാധാനപ്പെടും, അമ്മയുടെ ആഗ്രഹം എല്ലാം ഞാൻ സഹായിച്ചു, അമ്മയ്ക്ക് പോകേണ്ട അടുത്തെല്ലാം ഞാൻ കൊണ്ടുവരാം, എനിക്കൊരു ജോലി ആവട്ടെന്ന് പറഞ്ഞിരുന്ന ആ തള്ള കരയുന്നത്. ഞങ്ങള് പോകുമ്പോ ഞങ്ങൾ വിളിക്കുമ്പോ പറയുന്ന വരുന്നില്ല ചേച്ചി. ഞാൻ പറഞ്ഞു ഞങ്ങള് വണ്ടിക്കൂലി എടുത്തോളാം, ഞങ്ങളുടെ കൂടെ ഒന്നാലും വരത്തില്ല. എന്നിട്ട് ആ കൊച്ചു ചെറുക്കൻ പറഞ്ഞത് അമ്മ വിഷമിക്കണ്ട അമ്മ, എനിക്കൊരു ജോലി ആവട്ടെ, അമ്മ എല്ലായിടും കൊണ്ടുപോകും, അമ്മയുടെ ആഗ്രഹം ഞാൻ സഹായിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെയുള്ള മനുഷ്യരിന്ന് ലോകത്തുണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനില്ല. എത്ര പാർട്ടിക്കാരായാലും ഏത് പാർട്ടിക്കാരായാലും ഒരടി ഉണ്ടായാൽ ഞങ്ങൾ പെണ്ണുങ്ങളായാലും കണ്ടോണ്ട് നിന്ന് പിടിച്ചു മാറ്റി. ഞങ്ങൾ ഇങ്ങനെ അടിക്കാൻ താമസിക്കത്തില്ല. കയ്യും കെട്ടി നിന്ന് കാണുന്നു, കയ്യും കെട്ടി നിന്ന് ആ കുഞ്ഞിനെ അവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കുമ്പോഴേ കയ്യും കെട്ടി നിന്ന് കാണുന്നു. ഒരു ടിവിക്കകത്ത് കാണിച്ചത് കൊച്ചുങ്ങളെ ആണെങ്കിൽ അവന്മാര് ചെയ്യുവായിരുന്നു. അവനൊക്കെ മക്കളുള്ളതാണോ? അവർക്ക് പേടിയാന്ന്. എന്തോ അവനെയൊക്കെ പേടിക്കാന്, അവിടെ നാട്ടുകാർക്ക് പേടിയാന്ന്. എന്തോ അവനെയൊക്കെ പേടിക്കാൻ, എന്തോ അവനെയൊക്കെ പേടിച്ചിട്ടാ അവനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇറങ്ങി മറ്റേയൊക്കെ കാലും കൈയും വെട്ടണം, അന്നേരം ഒരു പേടിയും കാണത്തില്ലെങ്ങോ.